ഹായ് ഫ്രണ്ട്സ്, പിങ്കീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മൈദയുടെ ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഞാനൊരു കപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിനൊന്ന് മിക്സാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് അല്ല എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുവാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് ഞാൻ കണക്ക് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അതിനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. കണ്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിലേക്ക് ഞാൻ നമ്മുടെ സാധാരണ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ പശുവിൻ പാല് തന്നെയാണ് ഇത്. നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല, അല്ലാതെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടിയായി പോയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. പിന്നെ പാല് തന്നെ ചേർക്കുന്നുള്ളവർക്ക് അതും ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമ്മൾ മിക്സ് ആവാൻ വെച്ച് നമ്മൾ ഈസ്റ്റ് എടുക്കാം. അത് നമ്മുടെ വെള്ളത്തിലൊക്കെ മിക്സായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അല്ലാത്ത ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ ഇടുന്നതിന് മുന്നെയാണ് അത് ചേർക്കേണ്ടത് കേട്ടോ. തേങ്ങ ഇടുന്നതിന് കൂട്ടത്തിൽ അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം. അതൊന്ന് റെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദോശ ചൂടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിരുന്നു. ഗീവ് അവേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് മാത്രമല്ല, നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും മുഴുവനായിട്ടും കാണുക. അതിന് അനുയോജ്യമായിട്ടുള്ള ആ വീഡിയോയ്ക്ക് പറ്റിയ കമൻറ്റ്സ് ഇടുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റ് എല്ലാവരും ഇടണം. കാരണം കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റൂ. നല്ല കമൻറ്റ്സ് നോക്കിയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ച് നമ്മുടെ ദോശ ഇങ്ങനെ ചുട്ടെടുക്കണം. സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെയാണ്. ഇടയ്ക്കൊന്ന് പൊള്ളിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 1 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. രാവിലെ എണീറ്റിട്ടായാലും വൈകിട്ടായാലും നമ്മൾ ഡിന്നർ ഒന്നും റെഡി ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ടൈമിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മൈദ ദോശ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ല, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് മൈദ ദോശ. നമുക്ക് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാണ്. നമുക്കത് കറി ഉണ്ടെങ്കിലും കറി ഇല്ലെങ്കിലും കഴിക്കാം. നമ്മുടെ ഉള്ളിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.